അപ്പോഴേ ഞാൻ ഇന്ന് എൻ്റെ ഒരു ഫേവറേറ്റ് സാധനമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ചക്ക കൊണ്ടുള്ള അട. ചക്ക ഇവിടെ കിട്ടുന്നത് വളരെ കുറവാണ്. ഞങ്ങൾ കഴിഞ്ഞ ദിവസം ട്രിപ്പിന് പോയപ്പം ഒരു ചെറിയ ചക്ക, ഒരു ഹാഫ് ചക്ക വാങ്ങിച്ചായിരുന്നു. അത് കുറച്ച് ശരിക്കും ഞാൻ നേരത്തെ എടുക്കാഞ്ഞുകൊണ്ട് കുറച്ച് ചീഞ്ഞു പോയി. ഇതിനകത്ത് കൂടിപ്പോയാൽ എനിക്കൊരു 20 ചുള കിട്ടുള്ളൂ കേട്ടോ. ഞാൻ അപ്പോൾ ആ കൊതി കൊണ്ട് അതിനിടയ്ക്ക് ഒന്ന് ടേസ്റ്റൊക്കെ ചെയ്ത് നോക്കി. അങ്ങനെ ചക്കയെല്ലാം ഞാൻ ശരിയാക്കിയെടുത്ത് ഇനിയിപ്പം അതൊരു ഫുഡ് പ്രോസസ്സർ ഇട്ട് ഒന്ന് ക്രഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിക്കുക. അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമ്മളുടെ ചക്ക ഇട്ട് കൊടുക്കുക. നല്ല ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് ഒന്ന് ഇളക്കി നല്ലപോലെ യോജിപ്പിക്കുക. ഇനിയും അതൊന്ന് ഒത്തിരി ഒന്ന് വെന്ത് വരുമ്പോഴേക്കും അതിലേക്ക് ഞാനിവിടെ 1 കപ്പ് ശർക്കര പൊടിച്ചതാണ് ഇട്ടിരിക്കുന്നത്. ശർക്കര പാനി വേണമെങ്കിലും ഇടാം, പൊടിച്ചതാണ് എൻ്റെ ഉണ്ടായിരുന്നത്. അതുപോലെ അതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ കാടമ്പം പൊടിച്ചതും ഇട്ട് നല്ലപോലെ യോജിപ്പിക്കുക. അതിൻ്റെ കൂടെ ഞാൻ ജീരകവും ഇട്ടിട്ടുണ്ടായിരുന്നേ. ഇനിയും ഇത് നല്ലതുപോലെ ഒരു 10-15 മിനിറ്റെങ്കിലും ഇതുപോലെ നല്ലതുപോലെ എല്ലാം ഒന്ന് മെൽറ്റ് ചെയ്ത് ആ ശർക്കരയും ചക്കയും നന്നായിട്ടൊന്ന് യോജിക്കണം. അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള തേങ്ങ ഇട്ട് അത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. ഇത് വെള്ളം അധികം ഇല്ലാതെ നല്ല കുറച്ചൊരു ചക്ക വരട്ടിയ മാതിരി ഒന്നാവണം. എന്നാൽ ഒത്തിരി അങ്ങനെ വരട്ടിയ മാതിരി ആവണ്ട. ഇപ്പം നമ്മുടെ വാഴയെല്ലാം ഇനി ഒരു മാസത്തിനുള്ളിൽ ഇത് മുഴുവൻ കരിഞ്ഞ് ഒന്നും ഇല്ലാതായിപ്പോൾ. അപ്പം ഞാൻ അങ്ങനെ 2 ഇലയെല്ലാം പറിച്ചു. അപ്പം നമ്മളുടെ ഫിഗ് ട്രീ, അതായത് അത്തിമരത്തെ ഇല, അത്തിപ്പഴം ഇപ്പം ലേറ്റായിട്ടാണ് ഞങ്ങൾക്ക് ഉണ്ടായത്. 1-2 ഒക്കെ ഉള്ളൂ. അപ്പം ഞാനതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി. നല്ലതായിരുന്നു. നല്ല ക്രിസ്പി ആയിട്ട്, ഒത്തിരി പഴുത്തു പോകാത്ത ടൈപ്പ് നല്ല ഒരു അത്തിപ്പഴമാണ്. അപ്പം ഞാനത് എല്ലാം പറിച്ചെടുത്തതിന് ശേഷം ഇനിയും നമുക്ക് അടയുണ്ടാക്കാം. അതിനായിട്ട് അരിപ്പൊടി വറുത്തെടുത്തിട്ടുണ്ടായിരുന്നു. അതിലേക്ക് നല്ലപോലെ തിളച്ച വെള്ളം ഒഴിച്ച് ഞാൻ കുറച്ച് നേരം വെച്ചു. ഇനി ഒന്ന് ചൂടാറിയതിന് ശേഷം നല്ലൊരു വലിയ ബോൾ എടുക്കുക. നമ്മളുടെ ഇലയിലേക്ക് അത് വെച്ച് നല്ലതുപോലെ പരത്തിയെടുക്കുക. വളരെ തിന്നായിട്ട് പരത്തിയെടുക്കുന്നതാണ് എനിക്കിഷ്ടം. അപ്പോഴാണ് നമുക്ക് കുറച്ചും കൂടെ അതിൻ്റെ ഒരു ചക്കയുടെ എല്ലാം കൂടെ ടേസ്റ്റ് ഒരുമിച്ച് കിട്ടാൻ പറ്റുക കേട്ടോ. അപ്പം നമ്മളുടെ കൈ ഒന്ന് നനച്ചേച്ച് ഈ തമ്പ് വെച്ചിട്ട് നമ്മൾ നല്ലതുപോലെ പരത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല തിന്നായിട്ട് വരും. ഇനിയും ഇതിലേക്ക് ഈ മിക്സ് വെച്ചിട്ട് നമ്മളുടെ ഇലകളെല്ലാം മടക്കി വെച്ച് അങ്ങനെ ഞാൻ എല്ലാം ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് അതിനിടയിൽ തന്നെ ഞാനൊരു സ്റ്റീമർ എടുത്ത് ചൂടാകാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് നമ്മളുടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന അടകളിട്ട് ഒരു 10 മിനിറ്റ് വേവിക്കുക. വേവിച്ചതിന് ശേഷം എനിക്കത് ക്രിസ്പി ആയിട്ടിരിക്കുന്നത് ഇഷ്ടമായതുകൊണ്ട് ഞാൻ അടുപ്പത്ത് വെച്ചിട്ട് ഇതുപോലെ റെഡിയാക്കി എടുത്തു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സീ യു ലേറ്റർ, ബൈ.